നമ്മൾ സാധാരണ പാർട്ടിയെക്കുറിച്ച് പറയുന്നത് അയൺ കർട്ടൻ. ആരാണ് അയൺ കർട്ടൻ എന്ന പ്രയോഗം നടത്തുന്നത്? ഏതെങ്കിലും പാർട്ടി സഖാക്കളാണോ? വിൻസ്റ്റൺ ചർച്ചിൽ സോവിയറ്റ് യൂണിയനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദപ്രയോഗമാണ് അയൺ കർട്ടൻ. അതിലാണ് ജിമ്മി തുടങ്ങിയത്. അപ്പോൾ തന്നെ ആ കാര്യം വ്യക്തമാണല്ലോ. ഈ അയൺ കർട്ടൻ എന്ന് പറയുന്നത് എന്താ അയൺ കർട്ടൻ? എന്താ അയൺ കർട്ടനും കമ്മ്യൂണിസ്റ്റ് ബന്ധം? എന്താണ് ഗുലാലുകൾ? സ്റ്റാലിനായിരുന്നോ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം കൃത്യമായി നടപ്പിലാക്കുമ്പോൾ ആ സമയത്ത് വന്ന വിമർശനങ്ങളായിരുന്നില്ലേ അത്? എന്താണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം? ജിമ്മി പറയൂ. ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിന്റെ ജനാധിപത്യത്തിന്റെ കാഴ്ച എന്താ? അതാണോ മാർക്സിസ്റ്റ് ചർച്ചയാണെങ്കിൽ ഞാൻ ഒരു നിമിഷം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ചർച്ചയിൽ ജനാധിപത്യവും പ്രവൃത്തിയിൽ നിങ്ങൾ ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ വാൻഗാർഡിസം എന്ന് പറയുന്നത്. ഇതിനെ അന്ന് ആ പാർട്ടിയെ വിമർശിച്ചിരുന്ന മുതലാളിത്തത്തോട് പങ്കുചേർന്നിരിക്കുന്ന ആളുകൾ വിമർശിച്ച പദപ്രയോഗങ്ങളിൽ ഒന്നാണ് അയൺ കർട്ടൻ എന്നുള്ളത്. ആ അയൺ കർട്ടൻ എന്നുള്ള പദപ്രയോഗം പാർട്ടി ഈ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അയൺ കർട്ടൻ എന്ന് സൂചിപ്പിച്ചത്. ഇനിയുമുണ്ട് ചില വാക്കുകൾ. നമ്മൾ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റാലിനെ കുറിച്ച് പറയുക, ആ സ്റ്റാലിനിസമാണ് നടപ്പിലാക്കുന്നതെന്ന് പറയും. ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് പറഞ്ഞ് പാർട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലല്ല. എൻ്റെ അവസരം കഴിഞ്ഞത് ഒരു നിമിഷം. ഞാൻ മറ്റു പ്രസംഗങ്ങൾ തരാം, മറ്റു ധാരാളം പ്രസംഗങ്ങൾ തരാം, സ്റ്റാലിന്റെ പ്രസംഗങ്ങൾ തരാം. എന്താണ്, എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ആരാണ്? 40 ലക്ഷം ആളുകൾ മരിച്ചത് എവിടെയാണ്? എങ്ങനെയാണ്? രണ്ടാമത്തെ ഒരു കംബോഡിയയിൽ എത്ര സ്ഥലത്തുണ്ട്? എത്രയോ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കംബോഡിയയിലെ പോൾ പ്ലോട്ടിന്റെ ഒരു നിമിഷം. അല്ലല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അഭിമന്യുവിന്റെ കഥ പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിപ്പ് ആരാ ഉന്നയിച്ചത്? അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിപ്പ് ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അഭിമന്യുവിന്റെ ഫണ്ടിൽ 1 രൂപയെങ്കിലും തട്ടിപ്പ് നടത്തിയതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? വാസ്തവം എന്തായിരുന്നു? ഇടുക്കിയിൽ പിരിവ് നടന്നു, എറണാകുളത്ത് പിരിവ് നടന്നു. മൊത്തം 4 കോടി രൂപയിലേറെ പിരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലെ ഫണ്ടിലെ മുഴുവൻ വീട് വയ്ക്കുന്നതിനും സഹോദരിയുടെ വിവാഹം കഴിക്കുന്നതിനും ആ കുടുംബത്തിനുമായിട്ട് കൊടുത്തില്ലേ? ആ കുടുംബത്തിന് 1 രൂപയുടെ പരാതിയുണ്ട്. ഇടുക്കിയിലെ ഫണ്ട് 100% അങ്ങനെയല്ലേ ചിലവഴിച്ചത്? എറണാകുളത്ത് നിന്ന് പിരിച്ച 2.25 കോടി ഫെഡറൽ ബാങ്കിൽ കിടപ്പില്ലേ? അത് സ്മാരകത്തിന് വേണ്ടി നിർമ്മിക്കാനും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ? അതിൽ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി 1 രൂപ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് മാറ്റിയോ? എന്നിട്ട് ഈ പച്ചക്കള്ളം പറയുകയല്ലേ അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന്? ഞാനിത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ വിമർശനം ഉയർന്നതുകൊണ്ട് ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ കുഞ്ഞികൃഷ്ണനെ തള്ളിക്കളയില്ല. കാരണം അരനൂറ്റാണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സഖാവ് എന്ന നിലയിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. കുഞ്ഞികൃഷ്ണൻ ഒരു തരത്തിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന അറ്റാക്കുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതുവരെ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒറ്റ കേസ് പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അരനൂറ്റാണ്ട് കാലം പയ്യന്നൂർ പോലെ ഒരു കണ്ണൂർ പോലെ തിളച്ചുമറിയുന്ന രാഷ്ട്രീയമുള്ളൊരു സ്ഥലത്ത് ഒരു സമരത്തിലും പങ്കെടുത്ത ഒരു കേസുമില്ലാതെ എങ്ങനെയാണ് ഒരു നേതാവ് ജീവിക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്നതിനുള്ള ഘടകമേ അല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ? വി കുഞ്ഞികൃഷ്ണനല്ലേ? ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നോ? എൻ്റെ അറിവിലില്ല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അറിവിൽ. ഇല്ലില്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒബ്ജക്ഷൻ ഇല്ല. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 2017 സംഭവിക്കുന്നതല്ല. ഇതിലൊരു വ്യക്തിപരമായ വിഷയം കൂടിയുണ്ട്. അതിന് വിശദീകരിക്കേണ്ടത് ടി എ മധുസൂദനും ഒപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണനുമാണ്. 2010 ഈ വി കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ, അന്ന് അദ്ദേഹം ഫെബ്രുവരി 28 വിരമിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ഗ്രാറ്റുവിറ്റി ഫണ്ടായിട്ട് 2.5 ലക്ഷം രൂപയാണ് പിരിയുന്ന സഹകരണ ജീവനക്കാരന് കിട്ടുക. എന്നാൽ അദ്ദേഹം പിരിഞ്ഞതിന് ശേഷം പിന്നീട് 15 ലക്ഷമായിട്ട് ഉയരുന്നു. ഭേദഗതി വരുന്നു. സഹകരണ നിയമത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ, സഹകരണ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ശ്രീ കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥത്തിൽ അന്ന് ഭരണസമിതിയോട് തനിക്കുകൂടി അത് ബാധകമാക്കാൻ കഴിയുന്ന രീതിയിൽ ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്ന് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്ന് മധുസൂദനോട് ചോദിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന് അനുവാദം കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാൽ കേസ് പോകാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുകയും, എന്നാൽ കേസ് പോകുന്നതിൽ താങ്കൾ തന്നെ ഇത്രയും കാലം സെക്രട്ടറി ആയിട്ടിരുന്ന് സഹകരണ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള താങ്കൾ യഥാർത്ഥത്തിൽ കേസ് പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിന് പാർട്ടി അനുവാദം കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അനുവാദമില്ലാതെ അദ്ദേഹം കേസിന് പോയെന്നും ആ കേസ് പക്ഷേ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ അനുവാദമില്ലാതെ തന്നെ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ഒരു കേസ് പോയി. അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യക്തിപരമായ ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇവിടം മുതലാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ മുതൽ
വി കുഞ്ഞികൃഷ്ണനും ടി എ മധുസൂദനും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേത് ഇപ്പോൾ വർഷമാണ്? 2010. അതിനുശേഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് 2021 ഈ വിഷയം അവതരിപ്പിച്ചിട്ടും 2021 ശേഷം 8 മാസത്തോളം അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലാതെ മാറി നിന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ഇത്രയും വർഷം 8 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ, ചില വിഷയങ്ങളിൽ 4 വർഷം പഴക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന ഈ കാര്യം തുറന്നു പറയാനിടയായ ചേതോ വികാരം എന്താ? അദ്ദേഹം നിരന്തരം പറഞ്ഞിരുന്നതാണ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. അല്ല, അകത്ത് പറഞ്ഞിരുന്നു. അകത്ത് പറഞ്ഞു. പാർട്ടിക്ക് പുറത്തത് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നില്ല. കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പാർട്ടി അംഗീകരിച്ചു. ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിന് വിയോജിപ്പ് അതിൽ രേഖപ്പെടുത്തി. പാർട്ടിയുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് വിയോജിപ്പാവാം, വ്യക്തിയല്ല പാർട്ടി. ആ വ്യക്തിയിൽ, ആ ഘടകത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും, ലോക്കലാണെങ്കിൽ അങ്ങനെ, ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ജില്ലയിലാണെങ്കിൽ അങ്ങനെ, വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ, ഭൂരിപക്ഷ തീരുമാനമെടുത്താൽ അതിന് നമ്മൾ കീഴ്പ്പെടുകയെ നിവൃത്തിയുള്ളൂ. അതാണ് ആ പാർട്ടിയുടെ രീതി. അതല്ലാതെ അഭിപ്രായം പുറത്തു വന്ന് പറഞ്ഞ് പാർട്ടി തിരുത്തുന്നൊരു സംവിധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൈദ്ധാന്തികമായി തന്നെ പറഞ്ഞത്, ഈ പാർട്ടിയുടെ രീതി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന രീതിയാണ്. അത് ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ്. അവിടെ ചർച്ചയുണ്ട് ഘടകത്തിൽ. പക്ഷേ തീരുമാനമെടുത്താൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കണം. അങ്ങനെ ഒരു കേഡർ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. അവിടെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് വയനാട്ടിലെ ട്രഷറായിരുന്ന എൻ എം വിജയൻ്റെയും വിജേഷിൻ്റെയും മരണം. ആ ആത്മഹത്യ നടന്നിട്ട് പോലും പാർട്ടിയുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? KPCC പ്രസിഡന്റിന് കത്തെഴുതി കൊടുത്തിട്ട് പോലും കാണാൻ തയ്യാറാകാതിരുന്നത് കണ്ടതല്ലേ? അന്വേഷണ കമ്മീഷനെ വെക്കാതിരുന്നത് നമ്മൾ കണ്ടതല്ലേ? ഒടുവിൽ 2 പേരുടെ മരണം കഴിഞ്ഞിട്ടും ആ കുടുംബത്തെ വേട്ടയാടിയത് നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ അവിടെ നടന്നു. അന്ന് ആരായിരുന്നു മുൾമുനയിൽ? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഒന്ന് IC ബാലകൃഷ്ണൻ MLA, മറ്റൊന്ന് ND അപ്പച്ചൻ, DCC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ പാർട്ടിയെ പഠിപ്പിക്കാൻ വരുന്നത്. ഓർമ്മിക്കണം, കണ്ണൂരിൽ കരുണാകരന് വേണ്ടിയിട്ട് മെമ്മോറിയൽ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 കോടി പിരിച്ചു എന്നൊരു കേസുണ്ട്. 16 കോടിയുടെ കണക്കേ ഉള്ളൂ. പ്രതിസ്ഥാനത്ത് നിന്നത് അന്നത്തെ KPCC അധ്യക്ഷനാണ് K. സുധാകരൻ. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നിട്ടാണ് ഈ പാർട്ടിയെക്കുറിച്ച് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ പാർട്ടിയുടെ ഈ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഞാൻ ഈ 2 പേരെയും കേട്ടതിൽ നിന്ന്. അതായത് ഞാൻ കുഞ്ഞികൃഷ്ണനുമായിട്ട് നേരിട്ട് സംസാരിച്ചില്ല, മാധ്യമങ്ങളിലൂടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഞാൻ കേട്ടു. മറുഭാഗത്തു നിന്നും എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്വേഷിക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ 4 കാര്യങ്ങളുണ്ട്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞികൃഷ്ണനോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുത്താം, സബ്ജക്ട് ടു കറക്ഷൻ. ഒന്ന്, ഇതിൽ ആദ്യം നമുക്ക് ഈ റൂറൽ ബാങ്കിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പോകാം. പയ്യന്നൂരിൽ ഈ ബസ് സ്റ്റാൻഡിനടുത്ത് ചതുപ്പുള്ള ഭൂമിയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ആരുടെ തീരുമാനമായിരുന്നു? അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. ആ സ്ഥലം പിന്നീട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നും ആ സ്ഥലത്ത് നമുക്ക് ഈ ബാങ്കിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്താമെന്നും തീരുമാനിക്കുന്നു. അന്നൊരു അബദ്ധം പറ്റി കുഞ്ഞികൃഷ്ണൻ. എന്താ? അല്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അന്ന്. വെറ്റ്ലാൻഡിന് മുമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. കേൾക്കൂ, അന്ന് ഇതിന്റെ സബ് കമ്മിറ്റി 2018 അല്ല, നോക്കൂ, ഇതിന്റെ സബ് കമ്മിറ്റി കൺവീനർ ഇതിന് നിയുക്തമായ, പിരിവെടുക്കാൻ വേണ്ടിയിട്ട് നിയുക്തനായിരുന്ന റൂറൽ ബാങ്കിന്റെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റി കൺവീനർ ആരായിരുന്നു? കുഞ്ഞികൃഷ്ണനെ പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് മധുസൂദനായിരുന്നില്ല, അത് C. കൃഷ്ണനായിരുന്നു. എന്താണ് C. കൃഷ്ണൻ അതിന് സബ് കൺവീനർ ആവാൻ കാരണം? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് മാത്രമേ സബ് കൺവീനർ ആകാൻ കഴിയൂ. അന്ന് സബ് കൺവീനർ ആകാൻ പറ്റുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നില്ല ടി എ മധുസൂദനൻ. പക്ഷേ അന്ന് ആരോപണം ഉന്നയിച്ചു, ആ ആരോപണം അന്വേഷിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനല്ല, C. കൃഷ്ണനാണെന്ന് തീരുമാനിച്ചു. പാർട്ടിയെ തീരുമാനം അവിടെ അവസാനിപ്പിച്ചു. അതിൽ കഴമ്പില്ല. നോക്കൂ, ഇല്ല കേൾക്കൂ, അല്ല ഞാൻ പറയാം, ഞാൻ 4 പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ പറയാം. ഈ 4 വിഷയങ്ങളിലും പാർട്ടി ഈ അന്വേഷിക്കുമ്പോൾ എല്ലാം പോയി നിൽക്കുന്നത് ഈ മധുസൂദനെതിരെ നിൽക്കുന്ന ആരോപണങ്ങളായിട്ടാണ് ഇത് നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും കഴമ്പില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇതിൽ പല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അതാത് സമയങ്ങളിൽ നടപടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട വിവരം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കിടക്കുകയാണ്. ആയിക്കോട്ടെ, അത് പാർട്ടി എടുത്തൊരു തീരുമാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അന്നത്തെ സബ് കമ്മിറ്റിയിൽ ചുമതലയില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് രക്തസാക്ഷിയാക്കാൻ പറ്റുക? ആരെങ്കിലും പിടിക്കണ്ടേ? അത് അങ്ങനെ മധുസൂദനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക? വേറെ ആരെങ്കിലും ഒന്ന് ആയിക്കോട്ടെ. അതിനുശേഷം അല്ലല്ല, ഇനി കേൾക്കൂ, അതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ കൂടി പറയാൻ ഞാൻ. അതിനുശേഷം കെട്ടിടത്തിൻ്റെ നിർമ്മാണം, ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അന്ന് ഈ പറഞ്ഞതുപോലെ പിരിവെടുക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളടക്കം അന്വേഷിച്ചുകൊണ്ടാണ് ഒരു കൺട്രോൾ കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതിന് ഈ ധനരാജ് ഫണ്ട് വകമാറ്റിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയാണ്, ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഒരു പണമെടുത്ത് പാർട്ടിയുടെ അനുമതിയോടുകൂടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആരാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്? 3 പേരടങ്ങുന്ന ഒരു കമ്മീഷൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആ കമ്മീഷനിൽ പാനോളി വത്സൻ പാനോളിയുണ്ട്, M. പ്രകാശ് മാസ്റ്റർ ഉണ്ട്, P. ഹരീന്ദ്രൻ ഉണ്ട്. ഇവർ 3 പേര് ചേർന്നാണ് ഈ
ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്. ഒന്ന്, ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് പിരിവ് നടന്നു. ആ പിരിവിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പണത്തിൽ ഒരു വിഹിതം കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഒരു വിഹിതം ഈ ധൻരാജിൻ്റെ അമ്മയ്ക്കും ധൻരാജിൻ്റെ 2 കുഞ്ഞുങ്ങൾക്കുമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലിട്ടു. 3, ഭാര്യ സജിനിക്ക് ബാങ്കിൽ ജോലിയും കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് അവിടെ നടന്നത്. അതിനുശേഷം വന്ന തുക അന്ന് നോട്ട് നിരോധന കാലമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള പണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് കൃത്യമായിട്ട് കണക്കവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ 3-അംഗ കമ്മീഷൻ കണ്ടെത്തിയത്. പാർട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു കമ്മീഷൻ ഈ പരാതി പരിശോധിക്കുകയും അത് പഠിക്കുകയും ചെയ്തൊരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു തീരുമാനമോടെ ഭൂരിപക്ഷം അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ എതിരഭിപ്രായമുണ്ടെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കാനേ കഴിയും. അതാണ് പാർട്ടിയുടെ രീതി. അല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റും. അതിൽ ഈ പറയുന്ന വത്സൻ പാനോളിക്കെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. പ്രകാശ് മാസ്റ്റർക്കെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. നിലവിൽ ഈ 3-മത്തെ പി ഹരീന്ദ്രനെതിരെ ആക്ഷേപമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ കാര്യം കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു ഭാഗമുണ്ട്. എന്താണ് അത്? വി കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള ഒരു പരാമർശമുണ്ട്. പാർട്ടി ഏകീകരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണന് സാധിക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നൊരു റിമാർക്സ് കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ആ സമയത്ത് നടക്കുന്നതാ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന ചേർന്ന് നിൽക്കുന്നത് ഈ പറയുന്ന മധുസൂദനെതിരെയാണ്. ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, നിയമപരമായ നടപടിയിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സഖാവിനെ ഈ പാർട്ടിയുടെ കമ്മീഷൻ തീരുമാനത്തെ അത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നതിലാണ് പാർട്ടിക്ക് അവിടെ പാളിച്ച സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ പണം പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി 4-മത്തെ കാര്യത്തിലേക്ക് വരാം. അതാണ് വ്യാജ റെസിപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. ശരിയാണ്, ഈ 6 വ്യാജ രസീത് കുറ്റികൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ഇത് പാർട്ടി അന്വേഷിച്ചില്ലേ? പാർട്ടി അന്വേഷിച്ചു. CPM-ന്റെ രീതി എന്താ? CPM-ന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആ രീതി മറ്റു പാർട്ടികളിലുള്ള സംവിധാനമാണ്. നമ്മളതിന് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പാർട്ടിക്ക് കൊടുക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാതിരുന്ന ഏക പാർട്ടിയാണ് CPM എന്ന് ആലോചിക്കണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പിരിവെടുത്ത് വരുന്നു എന്ന് പറയുന്നത്. ആ പിരിവിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി, അന്നത്തെ പാർട്ടി ഓഫീസിൻ്റെ സെക്രട്ടറി, അവിടുത്തെ ഇതിന് ചുമതലയുണ്ടായിരുന്ന, പിരിവ് നടത്താൻ ചുമതലയുണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 4-5 റെസിപ്റ്റുകൾ കാണാതാവുകയും പകരം അത് പാർട്ടിയെ അറിയിക്കാതെ അയാൾ വ്യാജമായിട്ട് അടിക്കുകയും ചെയ്തു. ഒടുവിൽ അന്വേഷണത്തിൽ കണ്ടെത്തി ഈ പാർട്ടി സെക്രട്ടറി അവിടെ എന്ത് ചെയ്തു? ഓഫീസ് സെക്രട്ടറിയെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ വ്യാജ റെസിപ്റ്റ് കേസിൽ കുഞ്ഞികൃഷ്ണൻ അടക്കം നിരവധി പേർ ഉന്നയിച്ച ഈ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്തു. നടപടി ഉണ്ടായില്ലേ? നടപടി ഉണ്ടായി. ഈ നടപടിയുടെ കാരണമായിട്ട് വിശദീകരിച്ചപ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിനായിരുന്നു ചുമതല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കൂപ്പണുകൾക്ക് പകരം മറ്റു കൂപ്പണുകൾ അദ്ദേഹം അടിച്ചു എന്ന് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തില്ലേ? നടപടിയെടുത്തു. അപ്പോൾ അടിസ്ഥാനമായി ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതും ഒരു ഭാഗത്ത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പക്ഷേ അപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിരന്തരം ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാൻ പാർട്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് 2026-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാനിത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം മധുസൂദനനാണ്, മധുസൂദനൻ മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴുള്ള പ്രചരണങ്ങൾ കൂടി മറുഭാഗത്ത് നടക്കുന്നത്. എന്ന് കരുതി പയ്യന്നൂരിലെ വിഭാഗീയത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പയ്യന്നൂരിൽ വിഭാഗീയത ഉണ്ട്. അതിൻ്റെ ആഴം 2010 അതിനുശേഷം നടന്ന കാര്യങ്ങളുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നമായി പാർട്ടിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തി. അവിടെ മറ്റു നേതാക്കളും ഇദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാം ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ പാർട്ടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മറുഭാഗത്തു നിന്നുള്ള വേർഷൻ കൂടി പറയുന്നതാണ്. ഇനി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ നാളെ പാർട്ടി പുറത്താക്കും. അതോടുകൂടി പാർട്ടി കൂടുതൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ TPക്ക് സംഭവിച്ചതുപോലെ കുഞ്ഞികൃഷ്ണന് സംഭവിക്കുമോ? അതിൻ്റെ മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടാവും. ഒരു ഭാഗത്ത് പാർട്ടി ഭക്തരായിരിക്കുന്ന ചില ആളുകളെങ്കിലും അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് വയ്ക്കും. അദ്ദേഹത്തെ വലിയ രീതിയിൽ കുലംകുത്തി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടാലിക്കൈ എന്നുള്ള പ്രയോഗങ്ങൾ വരും. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയും. ഇതൊക്കെ കാണും, ഇതൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ വസ്തുത ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്, അഥവാ ഇങ്ങനെ ഒരു വേർഷൻ കൂടി ഒരു ഭാഗമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വി കുഞ്ഞികൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് തള്ളിപ്പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് സാധിക്കും. പക്ഷേ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഗൗരവത്തിലെടുക്കണം. ഇനി 100 പേജുള്ളൊരു പുസ്തകം പുറത്തു വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. പുസ്തകം പുറത്തു വരട്ടെ, നമുക്കത് പരിശോധിക്കാം. പക്ഷേ EPയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളൊന്നും പിന്നെ അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഴ്ച സംഭവിച്ചത് വീട്ടിലെത്തുന്ന സമയത്ത് അത് അദ്ദേഹം വിശദീകരിച്ചതിലാണ് ഇലക്ഷൻ്റെ എന്ന്. Meet the editors.